പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയ ദിവസം, അതായത് പുന്നപ്ര വയലാറിൽ വലിയ കലാപമുണ്ടാവുകയും പോലീസുകാർ ഉൾപ്പെടെ 9-10 പോലീസുകാരുൾപ്പെടെ ഇൻസ്പെക്ടർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്ത ആ സംഭവം കേരളത്തിൽ എന്ന് പറഞ്ഞുകൂടാ, തിരുവിതാംകൂറിനെ എന്തായാലും വലിയ രീതിയിലാണ് പിടിച്ചുകുലുക്കിയത്. ആ സമയത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർദ്ദേശിച്ചത് ആ സമരനായകരിൽ ഒരാളായ VS-നോട് ഒളിവിൽ പോകാനാണ്. കോട്ടയത്ത് ഒളിവിൽ പോകാനായിരുന്നു നിർദ്ദേശം. അങ്ങനെ കോട്ടയം ജില്ലാ സെക്രട്ടറിയെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. VS ചെന്ന് കാണാൻ നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹത്തെ ചെന്ന് കണ്ടു. പൂഞ്ഞാറിലായിരുന്നു VS-ന് ഒളിത്താവളം ഒരുക്കിയത്. അപ്പോൾ ആ പ്രദേശങ്ങളിലെ, അതായത് തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹായം എത്തിക്കുന്നു എന്ന് സംശയമുള്ളവരെയും മുഴുവൻ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അവിടെ VS ഒളിവിൽ കഴിഞ്ഞ ഒരു വീട്ടിൽ പോലീസ് എത്തുന്നു എന്ന് അതിന് തൊട്ടു മുമ്പ് വിവരം ലഭിച്ചതനുസരിച്ച് VS അവിടെ നിന്ന് മാറി. രണ്ടാമത്തെ വീട്ടിൽ ഒളിവിൽ കഴിയവേ ഒരു ദിവസം രാവിലെ, അതായത് ഈ പുന്നപ്ര വയലാർ സമരം നടന്ന് 5-ാം ദിവസം രാവിലെ കുളിച്ച് പല്ല് തേച്ച് വേഷം മാറി വരുമ്പോൾ തോളിൽ ഒരാൾ അമർത്തി പിടിക്കുന്നു. നോക്കുമ്പോൾ ആളിനെ തിരിച്ചറിഞ്ഞില്ല. അയാളുടെ വേഷം കണ്ടപ്പോഴത്തേക്ക് പോലീസാണെന്ന് മനസ്സിലായി. അത് പിന്നീട് VS പറഞ്ഞത് അത് അന്നത്തെ രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനായ CID വാസുപിള്ള എന്നറിയപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് പിടിച്ചു. ഉടൻ വിസിലൂതി പോലീസ് വന്ന് വളഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് നേരെ പൂഞ്ഞാർ ലോക്കപ്പിലായിരുന്നു. അപ്പോൾ അതിലേറ്റവും പ്രധാനം, അത് പോലീസുകാർക്ക് വലിയ ആഹ്ലാദമുണ്ടായിരുന്ന ഒരു ദിവസമാണ്. കാരണം തങ്ങളുടെ കൂട്ടത്തിലുള്ള 8-10 പേരെ കൊല ചെയ്ത കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. അതിൻ്റെ ആഹ്ലാദം മുഴുവൻ അവർ മർദ്ദനത്തിൽ തീർക്കുകയായിരുന്നു. സ്റ്റേഷനിലോട്ട് കടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പിന്നിൽ നിന്ന് ഒരു പോലീസുകാരൻ ഒരു ഉഗ്രൻ ചവിട്ടി അങ്ങനെ നെറ്റി വന്ന് കമിഴ്ന്നടിച്ച് വീണാണ് VS പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. അതിനുശേഷം ലോക്കപ്പിൽ കൊടിയ മർദ്ദനമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, VS പലതവണ അത് പറഞ്ഞിട്ടുണ്ട്, VS-നെ ഒരു ലോക്കപ്പിൻ്റെ അഴികൾക്കിടയിലൂടെ കാല് രണ്ടും പുറത്തേക്ക് വലിച്ച് കെട്ടിവെച്ചു. അതിനുശേഷം VS-നെ ഇരിക്കാനും നിൽക്കാനും ആവാത്ത വിധത്തിൽ നിർത്തിക്കൊണ്ടായിരുന്നു അടി. അത് പിന്നിൽ നിന്ന് പോലീസുകാരടിക്കുന്നു, കുറച്ചു പേര് ലോക്കപ്പിന് പുറത്ത് നിന്ന് ഉള്ളം കാലിലും അടിക്കുന്നു. അങ്ങനെ മർദ്ദിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മർദ്ദനം താങ്ങാനാവാതെ VS തന്നെ വിഷമിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് ഒരാൾ പാറാവുകാരൻ തോക്ക് കൊണ്ടുവന്നത്. ആ തോക്ക് കൊണ്ട് ആദ്യം പാത്തിയിട്ട് പലതവണ അടിച്ചു. പിന്നീട് പെട്ടെന്ന് ആ സമയത്താണ് ഇടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടിയൻ നാരായണപിള്ള എന്നാണ് അദ്ദേഹത്തെ VS വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഇങ്ങോട്ട് വന്ന നിന്നെ കിട്ടി, ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഈ തോക്ക് വാങ്ങിയതിനു ശേഷം തോക്കിൻ്റെ അഗ്രം കൂർത്ത ബയണറ്റ് എന്ന ഭാഗം കാലിൽ കുത്തി കയറ്റുകയായിരുന്നു. അതോടുകൂടി ചോര ചിതറി VS ബോധരഹിതനായി വീണു. എന്നിട്ടും ഇവർ മർദ്ദനം തുടർന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് VS-ൽ ചലനമില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ വച്ചപ്പോൾ അവസാനം പരിശോധനയിൽ VS മർദ്ദനമേറ്റു മരിച്ചു എന്നൊരു നിഗമനത്തിൽ അവരെത്തി. പല മൂക്കിലൊക്കെ തൊട്ട് കയ്യിലെ നാഡീഞരമ്പൊക്കെ നോക്കി VS-ന് അനക്കമില്ല. അപ്പോൾ ഇന്നത്തെ പോലെയൊന്നും അല്ലെങ്കിലും അന്നും ഈ ലോക്കപ്പ് മർദ്ദനം എന്ന് പറയുന്നത് വലിയ ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഒളിപ്പിക്കാമെന്നായി. അപ്പോഴാണ് ഇടിയൻ നാരായണപിള്ള പറഞ്ഞത്, എന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നല്ലേ ഉള്ളൂ, അതിൻ്റെ രേഖകളൊന്നുമില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് അതിനടുത്തൊരു കുറ്റിക്കാടുണ്ട്, ആ കാട്ടിൽ കൊണ്ടുപോയി ഒന്നുകിൽ കുഴിച്ചിടാം അല്ലെങ്കിൽ കത്തിച്ച് കളയാം. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയും അന്ന് അവിടെ ലോക്കപ്പിൽ കോലപ്പൻ എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു പ്രാദേശിക കള്ളനുണ്ടായിരുന്നു. ആ കള്ളനെ കൂടി കൂട്ടുവിളിച്ച് ജീപ്പിൻ്റെ രണ്ടാം നിരയിൽ VS എന്ന് പറഞ്ഞുകൂടാ, പോലീസുകാർ വിചാരിക്കുന്നത് VS-ന്റെ മൃതദേഹത്തെയാണെന്നാണ്. അതിനെ എടുത്ത് നിലത്ത് കിടത്തിയാണ് കള്ളനെയും കയറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴൊക്കെയും ജീപ്പിൽ കയറിയ ഉടനെ നിലത്ത് കിടക്കുന്ന VS-നെ കോലപ്പൻ തൊട്ട് നോക്കുന്നുണ്ട്. ഈ മർദ്ദനം കണ്ട് പരിഭ്രാന്തനായെങ്കിലും അങ്ങേയറ്റം മനുഷ്യപ്പറ്റോടെ ഇടപെട്ട ഒരാളായിരുന്നു കോലപ്പൻ. അങ്ങനെ ആ ജീപ്പ് മുന്നോട്ട് പോകുമ്പോഴാണ്
തൊട്ട് നോക്കിയപ്പോൾ മൂക്കിൽ നിന്ന് ചെറിയ രീതിയിൽ ശ്വാസം വരുന്നോ എന്നൊരു സംശയം. അങ്ങനെ കോലപ്പൻ അലറിക്കരഞ്ഞു, ദയവ് ചെയ്ത് യജമാനന്മാരെ, ഈ മനുഷ്യന് ജീവനുണ്ട്, അദ്ദേഹത്തെ കൊല്ലരുത്, നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതോടുകൂടി പോലീസുകാരാകെ കൺഫ്യൂഷനിലായി. ആ ഈ സംശയം മുതലെടുത്ത് കോലപ്പൻ ഉറച്ച ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ ഡ്രൈവർ നേരെ അദ്ദേഹത്തെ പാലായിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പാല ആശുപത്രിയിലെത്തിച്ച് ഡോക്ടർമാർ ചികിത്സിച്ച് അദ്ദേഹത്തിനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അത് ഫലത്തിൽ VSന്റെ രണ്ടാം ജന്മമായിരുന്നു.